ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. പിന്നെ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെപ്പറ്റി കുറച്ച് പറയാനുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ദിവസം പനിയായിരുന്നു, ന്യൂമോണിയ ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഇഞ്ചക്ഷനും ട്രിപ്പും ഒക്കെ ഇട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ വീഡിയോ ഇടാൻ വേണ്ടി പറ്റാതിരുന്നത്. അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം അതുവരെയുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ അത് കാണാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കാണുക, എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സിദ്ധുവിനെ എയർപോർട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അവശനാക്കിയിട്ട് ഒരു മൂലയ്ക്ക് കടത്തിയിട്ടാണുള്ളത്. ഒരു റൂമിൽ അടുത്ത മുറിയിൽ ചന്ദ്രികയെയും മലറിനെയും വിളിച്ചു വരുത്തിയിട്ട് ചന്ദ്രികയെ ഒരു മുറിയിലും മലറിനെ ഒരു മുറിയിലും മാറ്റിയിട്ടാണുള്ളത്. അപ്പോൾ മലർ ആ റൂമിൽ നിന്നും അമ്മേ അമ്മേ എന്ന് വിളിച്ച് കരയുന്നുണ്ട്. ചന്ദ്രികയാണെങ്കിലും പറയുന്നുണ്ട്, എടാ ദുഷ്ട, നീ എന്തിനാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്? നിനക്ക് മലറിനെ എൻ്റെ അടുത്ത് വിട്ടൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. മനോഹർ കൂടി കൂട്ടിനുണ്ട് മഹേഷിൻ്റെ കൂടെ. അപ്പം മനോഹർ പറയാണ്, മഹേഷേ 3 പേർക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, 3 പേർക്കും കൊടുക്ക്. അപ്പോൾ മഹേഷ് പറയാണ്, അവർ കഴിക്കട്ടെ, കൊടുക്ക്. ഇതാണോ ഇപ്പോഴത്തെ പ്രധാന കാര്യം? ഞങ്ങൾക്ക് ശ്രീലങ്കയിലേക്ക് പോകാനുള്ള ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതെന്തായി? എല്ലാം നല്ല നിലക്ക് തന്നെ നടക്കുന്നുണ്ട്. നാളെ രാവിലെ തന്നെ ഇവിടെ നിന്നും ബോട്ടിൽ കയറി ശ്രീലങ്കയിലേക്ക് നിനക്ക് പോകാം. ഇവിടെ നിന്നും പോവാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എടോ, ഫോറസ്റ്റ് ഗാർഡ്സൊന്നും പിടികൂടില്ലല്ലോ? ഇല്ല മഹേഷ്, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എല്ലാം നമ്മുടെ ആൾക്കാർ നോക്കിക്കോളും. ശരി, ഞാൻ കൊടുത്തിട്ട് വരാം. കൊടുത്തിട്ട് വാ. അങ്ങനെ മഹേഷ് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ് ഓരോരുത്തർക്കും. മഹേഷ് ഫസ്റ്റ് തന്നെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒരു പൊതി ചോറ് സിദ്ധുവിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ അവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പറയാണ്, എടാ എണീറ്റ് പല്ലുകൊണ്ട് ആ കെട്ട് കഴിച്ചിട്ട് അതിന് ശേഷം നായയെപ്പോലെ നക്കിത്തിന്ന് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മഹേഷ് സിദ്ധുവിനോട്. സിദ്ധുവിന് അതിയായ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, 2 കൈയും കൂടി പുറകിൽ കൂട്ടിക്കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു പൊതിച്ചോറ് ചന്ദ്രികയ്ക്കും ഇട്ട് കൊടുത്തിട്ട് പറയണം, ദാ കഴിക്ക്. എടാ ദുഷ്ട, എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം. എൻ്റെ മോളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വിട്. ഇത്രയും നാൾ നിൻ്റെ മോൾ നിൻ്റെ കൂടെ തന്നെയല്ലേ കഴിഞ്ഞത്. ഇനി അവൾ എൻ്റെ കൂടെ താമസിക്കട്ടെ. ഞാൻ അവളെ പിടിച്ച് തിന്നൊന്നുമില്ല കേട്ടോ. ഞാൻ അവളുടെ അച്ഛനാ. അവളോട് നിനക്ക് എത്രയ്ക്ക് സ്നേഹമുണ്ടോ അത്രയും സ്നേഹം എനിക്കും ഉണ്ട്. കഴിച്ചിട്ട് കിടക്ക്, നമുക്ക് രാവിലെ തന്നെ പോകണം. നിക്ക്, എൻ്റെ മോളെ എൻ്റെ അടുത്ത് വിട്. അവൻ അതൊന്നും കാര്യമാക്കാതെ കഥ കടച്ചു കുറ്റിയിട്ടു. എനിക്കവളെ വേണം, എൻ്റെ അടുത്ത് അവളെ വിട്, എനിക്കവളെ കാണണം എന്ന് പറയാണ് ചന്ദ്രിക. അത് കഴിഞ്ഞ് മഹേഷ് ഒരു പൊതി ചോറുമായിട്ട് മലറിൻ്റെ റൂമിലേക്ക് പോവാണ്. മഹേഷ് പോകുമ്പോഴേക്കും മലർ തളർന്ന് കിടക്കുകയാണ്. അയ്യോ മലർ, എൻ്റെ മോൾക്ക് എന്ത് പറ്റി മലർ? അയ്യോ മോൾക്ക് ബോധമില്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് മഹേഷ് പൂജയിൽ നിന്നും വെള്ളം എടുത്തിട്ട് മുഖത്ത് തളിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും മലറിന് ബോധം വന്നു. മോളെ മലർ, എഴുന്നേൽക്ക് മോളെ. എന്താ മോളെ, മോൾ പേടിച്ചു പോയോ? പേടിക്കണ കേട്ടോ. ഇതാ നോക്ക്, അച്ഛൻ മോൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് കഴിക്കുക കേട്ടോ. എനിക്കൊന്നും വേണ്ട, എനിക്ക് അമ്മയെ കാണണം. എന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി വിട്. അമ്മ അവിടെ ഉറങ്ങുകയാണ്, ഇപ്പം എന്തായാലും മോൾക്ക് കാണാൻ പറ്റില്ല. മോൾ ആദ്യം ആഹാരം കഴിക്ക്. എനിക്ക് വേണ്ട, പോ. ശരി, അച്ഛൻ മോൾക്ക് വാരിത്തരാം. അമ്മ എവിടെയാണ് ഉള്ളത്? അപ്പോഴേക്കും മഹേഷ് ഒരു പിടി ചോറെടുത്തിട്ട് മലറിന് വാരി കൊടുക്കുകയാണ്. അപ്പോഴാണ് മലർ അത് തട്ടി മാറ്റിയിട്ട് മഹേഷിൻ്റെ മുഖത്തൊരടി വെച്ചു കൊടുത്തു. നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ നല്ലവനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. സിദ്ധുവിനെ എന്തിനാ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? അമ്മയെയും എന്നെയും എന്തിനാ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്? മര്യാദയ്ക്ക് സിദ്ധുവിനെ വിട്ടുകൊടുത്തേക്ക്, അല്ലെങ്കിൽ അമ്മയെയും ഞാനും പോയിട്ട് നിങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. ഓ മലർ, ചന്ദ്രിക നിന്നെ നന്നായി വളർത്തിയിട്ടുണ്ട്. സ്വന്തം അച്ഛനെ നീ പോലീസിൽ പിടിച്ചു കൊടുക്കും അല്ലേ? പിടിച്ചു കൊടുക്ക്. പിന്നെ നീ അടിക്കുക വരെ ചെയ്തു. ഇതേ നോക്ക്, ഇതിവിടെ തന്നെ വെക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് കഴിക്ക്, അല്ലെങ്കിൽ പട്ടിണി കിടക്ക്. എനിക്കതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. അതും പറഞ്ഞു പോയി മഹേഷ് കഥ കടച്ചു. അപ്പോൾ മലർ പറയാണ്, എനിക്ക് അമ്മയെ കാണണം എന്ന്. വീട്ടിൽ മേഘ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സന്തോഷത്തോടെ വന്നിട്ട് മുത്തശ്ശി വിളിക്കുകയാണ്, മേഘ. എന്താ മേഘ നീ ചെയ്യുന്നേ? അത് മുത്തശ്ശി, ഓഫീസിലെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. മുത്തശ്ശി, ആ ജോലി ഞാൻ തീർത്തുകൊണ്ടിരിക്കുകയാണ്.
ഇനി മുതൽ നീ വേണമല്ലോ എല്ലാം ഏറ്റെടുത്ത് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ. അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ സിദ്ധാർത്ഥിനെ കാണാതായില്ലേ? അവൻ ഇനി തിരിച്ചു വരുമോയെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് പറഞ്ഞതാ. മുത്തശ്ശി നല്ല സന്തോഷത്തിലാണ്. അതെന്താ മുത്തശ്ശി സിദ്ധാർത്ഥ് വരില്ലെന്ന് അത്ര ഉറപ്പിച്ചു പറയുന്നേ? അതെന്താ സിദ്ധു വരാത്തേ? സിദ്ധുവിനെ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ അവൻ എവിടെയുണ്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തത്. സിദ്ധുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലും സീരിയസ് പ്രശ്നം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്താ മുത്തശ്ശി പറയുന്നത്? മുത്തശ്ശി പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ സിദ്ധാർത്ഥ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന്. സിദ്ധാർത്ഥ് സ്വബോധത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം മഹേന്ദ്രനും ലക്ഷ്മിക്കും ഫോൺ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയനെ. ഫോണും ചെയ്തില്ല, വീട്ടിൽ എത്തിയും ഇല്ല. അതുകൊണ്ട് അവനെന്തോ സംഭവിച്ചു എന്ന് വേണം കരുതാൻ. വേണ്ട മുത്തശ്ശി, സിദ്ധാർത്ഥിന് ഒന്നും സംഭവിക്കണ്ട എന്നാ എൻ്റെ ഒരു... നീ എന്താ മേഘ വിവരയില്ലാതെ സംസാരിക്കുന്നത്? സിദ്ധാർത്ഥ് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെങ്കിൽ സാരയില്ലായിരുന്നു. നിന്നെ വിവാഹവും കഴിക്കില്ല, ഓഫീസിലിരിക്കാൻ സമ്മതിക്കുകയില്ല. അവനെ കൊണ്ട് നിനക്ക് യാതൊരു പ്രയോജനവും ഇല്ല. പിന്നെ അവൻ ഉണ്ടായാലെന്താ, മരിച്ചാലെന്താ? അവൻ എവിടെയെങ്കിലും പോയി തൂലയിട്ടെന്നേ. അവൻ വന്നില്ലെങ്കിൽ ഇനി കമ്പനി നീയാ നോക്കി നടത്താൻ പോകുന്നത്. പിന്നെ ഉണ്ടല്ലോ, നീ വിചാരിക്കുന്നതെല്ലാം നടക്കും. അത് ശരിയല്ലേ? സിദ്ധാർത്ഥിന് എന്ത് സംഭവിച്ചാണ് മുത്തശ്ശി? അയാൾ ഫോണും ചെയ്യുന്നില്ല, വീട്ടിലും വന്നില്ല എന്നില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അവന് ഒന്നുമില്ലെങ്കിൽ ഒരു ആക്സിഡൻ്റായി സ്വബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അവനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടാവും. രണ്ടും അല്ലാതെ പിന്നെ വേറെ ഒന്നിനും സാധ്യതയില്ല. അവൻ വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതൊന്നുമല്ലല്ലോ. കേട്ട മേഘ പറയാണ്, സിദ്ധുവിനെ ഒന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായി കാണും, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി കാണും. അല്ലേ മുത്തശ്ശി? അങ്ങനെയല്ലേ? മുത്തശ്ശി പറഞ്ഞതുപോലെ അവൻ വീട്ടിലേക്ക് വരാതിരുന്നാലും എനിക്ക് സന്തോഷം തന്നെയാണ്. അച്ഛനും അമ്മയും സിദ്ധാർത്ഥിനെയല്ലേ തലയിലെടുത്ത് വെച്ചിരിക്കുന്നത്. അവൻ പോയാൽ അവർക്ക് പിന്നെ വേറെ വഴിയില്ല. അവർ പിന്നെ എന്നെ തന്നെ വിശ്വസിച്ചേ പറ്റൂ. മുത്തശ്ശി പറയാണ്, സിദ്ധാർത്ഥ് തിരിച്ചു വന്നില്ലെങ്കിൽ ഈ കുടുംബം തന്നെ എല്ലാവരും നിന്റെ കാൽച്ചുവട്ടിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്തും. ഇതൊന്ന് നടന്ന് കിട്ടിയാൽ സാക്ഷാൽ പയനിയിലേക്ക് നഗ്നയായിട്ട് ഞാൻ പോകാം. മുത്തശ്ശിയുടെ ആ ആഗ്രഹവും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും അവിടെ. രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ്. രണ്ടുപേരും പരസ്പരം കയ്യൊക്കെ അടിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക കതകിനടിച്ച് വിളിക്കുകയാണ്, ഏയ് കതക് തുറക്ക്, കതക് തുറക്ക്, മിണ്ടാതിരിക്കടി അവിടെ, എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം. മഹേഷ് കതക് തുറന്നു. അപ്പം തന്നെ ചന്ദ്രിക മുന്നോട്ട് ഓടിയിട്ട് പറയാണ്, എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവിട്. മര്യാദയ്ക്ക് വാതിലടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇവിടുന്ന് എത്ര ബഹളം വെച്ചാലും അവൾ കേൾക്കാൻ പോകുന്നില്ല. നാളെ രാവിലെ നമ്മൾക്ക് പോകേണ്ടതാണ്. നീ എത്രയും പെട്ടെന്ന് തന്നെ റെഡിയായി നിൽക്കണം. എന്തിനാടാ നീ ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നിനക്ക് ഞങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്? നിന്നിൽ നിന്ന് ഞങ്ങൾ അകന്നല്ലേ പോയത്? എന്തിനാ ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടുന്നത്? വെറുതെ ആവശ്യമില്ലാതൊന്നും പറയാതെടി, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ലേ. എൻ്റെ മോള്, ഞാൻ പറയുന്നത് കേൾക്ക്. എൻ്റെ മോളെ എൻ്റെ കൂടെ വിട്. ഒരു രക്ഷയില്ല. വീണ്ടും കതകടച്ചു. എൻ്റെ മോളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് ചന്ദ്രിക നിലവിളിക്കുകയാണ്. സിദ്ധു ചുമച്ചുകൊണ്ട് പതിയെ തലപൊക്കി നോക്കുകയാണ്. സിദ്ധു മൊത്തമായിട്ടൊന്ന് വീക്ഷിച്ചതിന് ശേഷം പതിയെ നീങ്ങി പോയിട്ട് അവിടെ ചാരി ഇരിക്കുകയാണ്. സിദ്ധു ചാരി ഇരുന്നിട്ട് കൈയുടെ കെട്ടഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ടൈമിൽ മഹേഷും മനോഹറും നന്നായിട്ട് മദ്യപിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. മഹേഷേ, ചന്ദ്രികയെ നീ ഒരു സാധാരണ പെണ്ണായിട്ട് കരുതാൻ പാടില്ല. അവളെ നീ കുറച്ചൊന്ന് സൂക്ഷിക്കണം. ശ്രീലങ്കയിൽ ചെന്നാലുടൻ അവിടുത്തെ നിയമപ്രകാരം അവളെ വിവാഹം കഴിച്ച് ഭാര്യയാക്കി ജീവിക്കാൻ നോക്ക്. എങ്കിൽ മാത്രമേ നിനക്ക് അവളെ വരുതിയിലാക്കാൻ പറ്റൂ. ശ്രീലങ്ക ചെന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് അവളുടെ കഴുത്തിൽ താലി കെട്ടുന്ന കാര്യമായിരിക്കും. അവൾക്കിനി എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. നോക്ക് മഹേഷ്, അവൾ രക്ഷപ്പെട്ടാൽ നീ മാത്രമല്ല ഞാനും കൂടിയാണ് കുടുങ്ങാൻ പോകുന്നത്. അതൊക്കെ ശരി, നാളെ ശ്രീലങ്കയിലേക്ക് പോകാലോ അല്ലേ? അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തല്ലോ, പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല. രാവിലെ 6 മണിക്ക് നീ ഇവിടെ നിന്ന് പോകുന്നു. അതിൽ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ ആളൊഴിഞ്ഞ ശ്രീലങ്കക്കരയിൽ എവിടെയെങ്കിലും നിങ്ങളെ ഇറക്കിവിടും. ഇവിടെ നിന്ന് നീ നിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ. ശരി.
ഞങ്ങളെ ആ കടൽ തീരത്ത് വിട്ടാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ ഫ്രണ്ട് അവിടെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇലങ്കയിൽ എത്തിയാൽ ഉടനെ എന്നെ ഫോൺ ചെയ്യണം. അവിടെ നടക്കുന്നതെല്ലാം അപ്പം തന്നെ എന്നെ അറിയിക്കണം. ശരി. അങ്ങനെ അവർ രണ്ടുപേരും നന്നായി കുടിച്ച് അതിനുശേഷം കിടക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വീട്ടിലാണ്. വീട്ടിൽ ജാനകി നന്നായിട്ട് കരയാണ്, ഓർത്തോർത്ത് കരയാണ്. അപ്പോൾ ജാനകിയുടെ ഭർത്താവ് പറയാണ്, ഏയ് കരയാതെ കരയാതെ ജാനകി കരയാതെ. എല്ലാവരും തന്നെ വിഷമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതായത് മഹേന്ദ്ര സാറും ലക്ഷ്മിയോ മറ്റേ എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. എല്ലാവരും വിഷമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഏട്ടാ, എൻ്റെ സിധു എവിടെ പോയിട്ടുണ്ടാവും ഏട്ടാ? സിധു രാത്രി തന്നെ വരും എന്നല്ലേ ഏട്ടാ പറഞ്ഞത്? നേരം പുലർന്നിട്ടും ഇത്രയും നേരമായി ഇതുവരെ സിധു വന്നില്ലല്ലോ. എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു ഏട്ടാ. ജാനകി കരഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറയാണ്. അവൻ എന്ത് പറ്റിയെന്ന് അറിയില്ല ഏട്ടാ. നമുക്കിനി വെയിറ്റ് ചെയ്യണ്ട ഏട്ടാ, നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. ശരി ജാനകി, ഞാനിപ്പോൾ തന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ സാറ് ഫോൺ എടുക്കുകയാണ്. മഹേന്ദ്രൻ സാറ് അപ്പം തന്നെ ഫോണെടുത്ത് പോലീസിൽ പരാതി കൊടുക്കുകയാണ്. പോലീസിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ അന്വേഷിക്കാം മഹേന്ദ്ര. താങ്ക് യു സാർ. ജാനകി, നീ കരയല്ലേ ജാനകി? ഏട്ടൻ കമ്മീഷണറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഉറപ്പായിട്ടും വരും. പോലീസ് എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കും. മുത്തശ്ശൻ പറയാണ്, മോളെ ആരതി, അകത്ത് പോയി നീ എന്തെങ്കിലും ജ്യൂസോ മറ്റോ എന്തെങ്കിലും എടുത്തുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്ക്. ജാനകി നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി മുത്തശ്ശ. ഓ, എൻ്റെ മോന് എന്ത് പറ്റി എന്തോ ആവോ എന്ന് പറഞ്ഞ് കരയാണ്. ജാനകി, സംസാരിച്ചില്ലേ പോലീസിനെ വിളിച്ച്? നീ ഒന്ന് കരയാതിരിക്കുക എന്ന് പറയാണ് മഹേന്ദ്രൻ സാറ്. സിധുവിൻ്റെ അച്ഛനും പറയുകയാണ്, ജാനകി നീ വിഷമിക്കാതിരിക്കുക, കരയാതിരിക്കുക. സിധുവിനെ അന്വേഷിക്കുന്നുണ്ടല്ലോ. സിധു എത്രയും പെട്ടെന്ന് തന്നെ വരും. സിധു രാവിലെ തന്നെ വീട്ടിൽ എത്തേണ്ടതാണല്ലോ മുത്തശ്ശൻ പറയാം. അവൻ എന്തായാലും വരാതിരിക്കാനുള്ള കാര്യം എന്തോ പ്രശ്നത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. മേഘയും മുത്തശ്ശിയും പരസ്പരം നോക്കിക്കൊണ്ട് അവർ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ വരാതിരിക്കാനല്ലേ ആഗ്രഹം. പിന്നെ മുത്തശ്ശൻ പറയാണ്, മഹേന്ദ്ര നീ എങ്ങനെയെങ്കിലും അവനെ വരുത്താനുള്ള വഴി നോക്ക്. കമ്മീഷണറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛാ. കമ്മീഷണർ എന്നോട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി കണ്ടിട്ട് വരാം. എല്ലാവരും ധൈര്യമായിരിക്കും, ഞാൻ പോയി കമ്മീഷണറെ കണ്ടിട്ട് വരാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിച്ച് പറ മോനെ. സിധു അതേപടി കിടപ്പാണ്. അപ്പോൾ മഹേഷ് അവിടെ വന്നിട്ട് പറയാണ്, ഇന്നത്തോടെ നിൻ്റെ കഥ അവസാനിക്കും. എന്നെ കൊല്ലാനുള്ള ആള് വന്നുകൊണ്ടിരിക്കടാ. പിന്നെ മഹേഷ് ചന്ദ്രികയുടെ അടുത്ത് പോയിട്ട് പറയാണ്, സിധു ഉണ്ട് എന്നുള്ള അഹങ്കാരത്തോടെയല്ലേ നീ ഇത്രയും നാൾ കളിച്ചടി. ഇനി നിൻ്റെ അഹങ്കാരം തീരും. അവൻ ഇപ്പം മരിക്കും. ഇനി നീ ജീവിതകാലം മുഴുവൻ എൻ്റെ കാൽ കീഴിൽ. ചന്ദ്രികയും നല്ല ഉറക്കത്തിലാണ്. ചന്ദ്രികയുടെ അടുത്ത് വന്ന് അതും പറഞ്ഞ് മഹേഷ് പോയി കഥ കടച്ചിട്ട്. മഹേഷേ, ഞാൻ പറഞ്ഞ ആളിതാ. സിദ്ധാർത്ഥിൻ്റെ കാര്യം ആരും അറിയാതെ ഇവൻ അവസാനിപ്പിച്ചോളും. നമസ്കാരം സാർ. ശരി, അതൊക്കെ സിദ്ധാർത്ഥിനെ കൊല്ലുന്നതൊക്കെ അവനെ നിങ്ങൾ എങ്ങനെയാണ് കൊല്ലാൻ പോകുന്നേ? പോലീസിന് നമ്മളെപ്പറ്റി ഒരു സംശയവും ഉണ്ടാവരുത് സാർ. എൻ്റെ കയ്യിൽ ഒരു ഗ്യാസ് ഉണ്ട്. ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞ് അയാൾ എല്ലാം മൗനമായി പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഗ്യാസ് നമ്മൾ തുറന്നിട്ടിട്ട് ആ റൂമിലെ ജനലും വാതിലുകളും ഒക്കെ അടച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ നേരം കൊണ്ട് അയാൾ മരിച്ചു പോകും. അയാളുടെ ദേഹത്താണെങ്കിലോ യാതൊരു മുറിവോ ചതവോ ഒന്നും ഉണ്ടാവുകയില്ല. ശരി, നീ ആ ഗ്യാസ് എടുത്തിട്ട് വാ. അതിന് സാർ കുറച്ചുകൂടി പണം വേണം. മനോഹർ പറയാണ്, ദേ നോക്ക്, നീ ഉദ്ദേശിക്കുന്ന പണം ഞാൻ തരും. അവൻ്റെ ഒച്ച പോലും പുറത്ത് കേൾക്കാതെ അവനെ തീർത്തേക്കണം. ശരി സാർ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി ഗ്യാസ് എടുത്തിട്ട് വരാം. സിദ്ധാർത്ഥിനെ തീർത്തിട്ട് ചന്ദ്രികയെയും മലരനെയും കൊണ്ട് ഞാൻ പോകും. യാതൊരു സംശയമില്ലാത്ത കാര്യങ്ങൾ നോക്കണം. നീ ധൈര്യമായിട്ട് പോയിക്കോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളും. ബാക്കി കാര്യം എല്ലാം ഞാൻ നോക്കിക്കോളാം. കാര്യം മനോഹറിന് അവരുടെ എല്ലാവരോടും വൈരാഗ്യമാണല്ലോ. ശരി, ആ ബോട്ട് എത്ര മണിക്ക് വരും? അത് കൃത്യം 6 മണിക്ക് തന്നെ വരും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ കയറി പുറപ്പെട്ടോ. ശരി, എനിക്ക് ചന്ദ്രികയെയും മലരനെയും കൊണ്ടുപോകാൻ ഒരു വാൻ ഏർപ്പാടാക്കണം. എല്ലാം റെഡിയാണ്. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വണ്ടി എടുത്തിട്ട് വരാം. ശരി, എന്നാൽ ഞാൻ പോയിട്ട് വരാം. പോകുന്ന വഴിയിൽ അയാൾ പറയാണ്, ചന്ദ്രികയെ സൂക്ഷിക്കണേ മഹേഷേ. മഹേന്ദ്രൻ സാർ തിരിച്ച് വീട്ടിലെത്തിയിട്ട് വീട്ടിൽ നിന്ന് സിറ്റൗട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുകയാണ്. മഹേന്ദ്രൻ സാർ നല്ല ടെൻഷനിലും വിഷമത്തിലുമാണുള്ളത്. വീണ്ടും അവിടെ ജാനകി വരികയാണ്. ജാനകി വന്നിട്ട് ചോദിക്കുന്നു, ഏട്ടാ എന്തെങ്കിലും സിദ്ധുവിനെ പറ്റി വിവരം കിട്ടിയോ? ഇല്ല ജാനകി, ഞാനിപ്പോഴും ASIയുമായി സംസാരിച്ചതേ ഉള്ളൂ. സിദ്ധു എവിടെയുണ്ടെന്ന് അവൻ്റെ ടെലിഫോൺ ടവർ വെച്ച് പോലും അന്വേഷിക്കാൻ പറ്റിയില്ല. മഹേന്ദ്രൻ സാറിൻ്റെ വാക്ക് കേട്ട് ജാനകി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ പെട്ടെന്നാണ് ലക്ഷ്മി ഓടി വന്നിട്ട് പറയുന്നത്, ഏട്ടാ ചന്ദ്രികയെയും മലരനെയും അവിടെ കാണാനില്ല.
അപ്പോൾ പെട്ടെന്ന് ജാനകി തിരിഞ്ഞു നോക്കുകയാണ്. ജാനകിയുടെ മനസ്സിൽ ആ സംശയം വന്നു. ജാനകി മനസ്സിൽ ചിന്തിക്കുകയാണ്, സിദ്ധുവും ചന്ദ്രികയും മലരും കൂടി ഒക്കെ പോയതാണോ എന്ന്. പിന്നെ പെട്ടെന്ന് തന്നെ മുത്തശ്ശിയും ആ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അല്ല മേഘ, ഒരുപക്ഷെ സിദ്ധാർത്ഥും ചന്ദ്രികയും മലരും ഒളിച്ചോടിപ്പോയിട്ടുണ്ടാവുമോ? അവിടെ കാണിക്കുന്നത് ഗ്യാസ് കുറ്റി ഓണാക്കാൻ വേണ്ടി അയാൾ ടവലൊക്കെ കെട്ടുകയാണ്. അങ്ങനെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതിനു മുമ്പേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു എൻ്റെ വീഡിയോ കാണാഞ്ഞിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. പെട്ടെന്നായി എല്ലാ അസുഖങ്ങളും പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. അപ്പോൾ പിന്നെ ഒന്നും പറയാനും പറ്റിയില്ല. പിന്നെ പെട്ടെന്ന് വന്ന് ഇഞ്ചക്ഷനും മറ്റും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇന്ന് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്, ഡിസ്ചാർജ് ആയിട്ടില്ല. ഇനിയിപ്പോൾ നാളെ സൺഡേ ആണ് ഡിസ്ചാർജ് ആവുള്ളൂ. അപ്പോൾ പിന്നെ ഫ്രൈഡേയുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം കുറച്ചൊരു ആശ്വാസം കിട്ടിയപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ബലമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഇട്ടിട്ട് എൻ്റെ അഭിപ്രായം കൂടി പറയാമെന്ന് വിചാരിച്ചു. തിങ്കളാഴ്ച മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പുതിയതായിട്ട്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പം നമുക്ക് തിങ്കളാഴ്ച കാണാം. ഓക്കെ, സി യു.